ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമെൻറ്റെക്സ് ചെയ്തിട്ട് എന്താണ് ഇതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ പല ആൾക്കാരും നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആപ്ലിക്കേറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ചോദിക്കാറ്. ഞങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞാൽ എക്സ്ട്രാ കോട്ട് വാക്സാണ്. ഈ വാക്സിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സിമെൻറ്റെക്സിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ കോട്ട് വാക്സാണ്. ഈ വാക്സ് കൊടുത്താൽ തന്നെ വെള്ളം പിടിക്കില്ല. മെയിനായിട്ട് നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരുന്ന വെള്ളം പിടിക്കില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. മാത്രമല്ല പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, വാക്സ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈൻസ് മങ്ങിപ്പോകുമോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും എന്നുള്ളത്. അപ്പം ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളായിട്ട് വരുത്തി ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റംസിൻ്റെ ഒരു വാക്സിനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാക്സിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് പുറത്ത് സെയിലൊന്നുമില്ല. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വാക്സ് കോട്ടിങ്ങാണ് എക്സ്ട്രാ കോട്ടായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻസ് എപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ ഡസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ അതിൽ പിടിച്ചിരിക്കാനുള്ളൊരു ഇത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തോളം അത് പ്രൊട്ടക്ഷനിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ പിടിക്കാതിരിക്കുക എന്നുള്ളത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. വാക്സിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കും ഫീൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതിൽ പിടിക്കില്ല, വെള്ളം പിടിക്കില്ല. അതേസമയം ഈ ഭിത്തിയിലോട്ട് നോക്കി, ഭിത്തിയിൽ കറക്റ്റ് ലൈനായിട്ട് തന്നെ പോകുന്നത്, വിട്ടുപോകില്ല. അന്ന് വെള്ളം പിടിക്കാത്തതുകൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ്